ദ സ്കെയറിയസ്റ്റ് പ്ലേസ് ടു ബി ഈസ്. നിങ്ങൾക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം എവിടെയാ? ടു ബി. അപ്പോഴുണ്ട് ഈ വാഗമണ്ണിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയെന്ന് കേട്ടു. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടി അങ്ങനെ മുന്നോട്ടേക്ക് നടക്കാം. ഒരു 10-50 മീറ്റർ കണ്ട് നടക്കാം. ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ താഴേക്ക് നോക്കുമ്പോൾ അഗാധമായ ഗർത്തമാണ്. പേടിപ്പെടുത്തും അത്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെയൊക്കെ ഉണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജസ് ഉണ്ട്. കുറെ പേർക്ക് അതിൽ കയറിയിട്ട് കൊണ്ടാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഇവിടെയും വാഗമണ്ണിൽ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കാണാം. പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഏറ്റവും വലിയ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, ചിലര് പറയും ഹൈറ്റ് എന്നെ പേടിപ്പെടുത്തും. ചിലര് പറയും പ്രേതാലയങ്ങൾ പോലെയുള്ള കെട്ടിടങ്ങൾ എന്നെ പ്രീതിപ്പെടുത്തും. ഇതൊക്കെ പേടിപ്പെടുത്തും. ഈ കെട്ടിടത്തിൽ ഒരു രാത്രി തങ്ങേണ്ടി വന്നാൽ എങ്ങനെ ഉണ്ടാവൂലേ? അല്ലെങ്കിൽ ഈ റോഡിൽ കൂടി സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഈ നോർത്ത് ഇന്ത്യയിലും ഹിമാചൽ പ്രദേശിലേക്കും കാശ്മീരിലേക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം, ഈ തരം മലയുടെ ചെരുവുകളിൽ കൂടിയാണ് അവിടെയുള്ള അതിവിദഗ്ധരായ ഡ്രൈവേഴ്സ് ചെറിയ വാഹനങ്ങളിൽ സഞ്ചാരികൾക്ക് പേടി വരും. താഴേക്ക് പോയാൽ തീർന്നു. അതോ കടലിൽ ആടി ഉലയുന്ന കടലിൽ ഒരു കപ്പൽ യാത്ര നടത്തിയ അനുഭവമുള്ളവരുണ്ടെങ്കിൽ പേടിപ്പെടുത്തും. ഇതൊക്കെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ മൈൻഡ് പ്ലസ് മെമ്പേഴ്സിനെ പേടിപ്പെടുത്തേണ്ടത് ഇതൊന്നും അല്ല. എന്തായിരിക്കണം? ദ സെയിം പ്ലേസസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ കൊല്ലം 2023 ഫെബ്രുവരി 13 എന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരു കൊല്ലം കഴിഞ്ഞു ഇന്ന് 2024 ഫെബ്രുവരി 13. ഞാൻ കഴിഞ്ഞ കൊല്ലം എവിടെയായിരുന്നോ അവിടെ തന്നെ ആയിരുന്നു എങ്കിൽ അതാണ് ഒരു മൈൻഡ് പ്ലസ് പാർട്ടിസിപ്പന്റിനെ പേടിപ്പെടുത്തേണ്ടത്. അല്ലാണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് വാക്കിങ്ങും ഏതോ മലയുടെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുന്നതും ആയിരിക്കരുത്. അപ്പോൾ ഹാവ് യു ബീൻ ഗ്രോയിങ് ഇന്നത്തെ തീം. താങ്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണോ? ആയിരുന്നുവോ? ഹാവ് യു ബീൻ ഗ്രോയിങ്? ഹാവ് ഐ ബീൻ ഗ്രോയിങ്? ഞാൻ വളരുകയാണ്. ഹൗ മച്ച് ഹാവ് യു ഗ്രോൺ? എത്രമാത്രം വളർന്നു എന്നതാണ് ചോദ്യം. ഡയറിയും പേനയും ഉണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് പങ്കെടുക്കുന്നവർ എപ്പോഴും ഒരു ഡയറി പേന തുറന്നു വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഒരു മാർക്ക് ഇടാനൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അല്ലെ ടോപ്പിക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കാം. അപ്പോൾ ഞാൻ ഓരോന്നിൽ കൂടി കടന്നു പോകുമ്പോൾ തന്നെ ഒരു മെഡിറ്റേറ്റീവ് മൂഡിൽ വേണം. കണ്ണ് തുറന്ന് കണ്ടോളൂ, പക്ഷെ ഒരു മെഡിറ്റേറ്റീവ് മൂഡിലായിരിക്കണം. ഒരു ആത്മപരിശോധന നടത്തി മുന്നോട്ടേക്ക് നീങ്ങണം. അങ്ങനെ നമ്മളെല്ലാം കണ്ട് 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 ലാസ്റ്റിൽ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ഫൈനലിലേക്ക് വരും. അപ്പോൾ ആദ്യമേ ഈ ചിത്രം വെച്ച് ആരംഭിക്കാം. വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ മാതാപിതാക്കൾ വളരെ അഭിമാനത്തോടെ ആസ്പത്രിയിൽ നിന്ന് തന്നെ വിളിച്ചു പറയും, മോൾക്ക് കുട്ടിയുണ്ടായി കേട്ടോ, മോന് കുഞ്ഞുണ്ടായി, ഇത്ര കിലോ വെയിറ്റ് ഉണ്ട്, 3.5 കിലോ വെയിറ്റ്, 4.5 കിലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ കുട്ടി ആൺകുട്ടി പെൺകുട്ടി പ്ലസ് വെയിറ്റും കൂടി അറിയിക്കുന്ന പരിപാടിയുണ്ട്. എന്താ കാരണം? ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിക്ക് വളർച്ചയുണ്ടായോ ഇല്ലയോ, ജനിച്ചപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട്, ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ കുട്ടിയെ മെറ്റിക്കുലസ് ഫോളോ അപ്പ് ആണ്. ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ഓരോ മാസവും കൊണ്ടുപോയി അവിടെ വെയിറ്റ് എടുക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. അതിൽ കിടത്തി കൃത്യമായി ആ കുട്ടിയുടെ നീളവും വണ്ണവും ഒക്കെ ഇങ്ങനെ മെഷർ ചെയ്യുന്ന, നമുക്കറിയാതില്ല. ചോദ്യം, ഒരു കുഞ്ഞുണ്ടായി കൃത്യം ആ കുട്ടിയുടെ വണ്ണവും പൊക്കവും അളക്കുന്ന നമ്മൾ ഇന്ന് 20, 30, 40, 50, 60 ഒക്കെ വയസ്സായ നമ്മളെ ഒന്ന് അളന്ന് നോക്കാറുണ്ടോ എന്നതാണ് ചോദ്യം. മൈൻഡ് പ്ലസ് എന്താ ശരിക്കും? ഗ്രോത്ത് എൻഹാൻസിങ് പ്ലാറ്റ്ഫോം ആണ്. വളർച്ചയെ ബെറ്റർ ആക്കുന്ന പ്ലാറ്റ്ഫോം ആയിരിക്കണം മൈൻഡ് പ്ലസ്. അപ്പോൾ നിങ്ങളോടും ആരെങ്കിലും ചോദിക്കുകയാണ് ഈ മൈൻഡ് പ്ലസ് എന്താ, നിങ്ങൾ അവരോട് പറയണമെന്ന്. ഇതൊരു വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. എത്ര ദിവസം അറ്റൻഡ് ചെയ്തു എന്നതിന് അത്രയൊക്കെ പ്രസക്തിയുള്ളൂ. ഹാവ് യു ബീൻ ഗ്രോയിങ് എന്ന ചോദ്യം, എത്ര വളർന്നു? വിച്ച് ഏരിയ നീഡ്സ് മോർ കെയർ? ഏത് എന്റെ ജീവിതാവസ്ഥയാണ് കുറച്ചുകൂടി കെയർ കിട്ടിയാൽ
ആ ഏരിയ കൂടി വളരുവാൻ സാധിക്കും. മൈൻഡ് പ്ലസിൽ നിരന്തരം വരുന്നുകൊണ്ടിരിക്കുന്നവർക്ക് സംഭവിക്കേണ്ടത് എന്താ? അൾട്ടിമേറ്റ്ലി ഗ്രോയിങ് ഇൻ എ ഹോൾസം ഹ്യൂമൻ ബീയിങ്. ഒരു 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 കോൺഗ്രുവസ് പേഴ്സണായി മാറണം, ഒരു ഹാർമോണിയസ് പേഴ്സണായിട്ട് മാറണം. എന്താ ഹോൾസം ഹ്യൂമൻ ബീയിങ്? ഒരു 12 ഉപകരണങ്ങൾ ഉള്ള ഒരു ഗാനമേള കേൾക്കുമ്പോൾ ആ 12 വ്യത്യസ്ത ഉപകരണങ്ങളും കൂടി ഹാർമോണിയസ് ആയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഗാനമേള ആയിരിക്കില്ല. ഏതോ ചില ഉപകരണങ്ങൾ കൂടുതലൊക്കെ ഉണ്ടാക്കുന്നു, അപസ്വരമുണ്ടാക്കുക. നമ്മുടെ ജീവിതം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപസ്വരമുണ്ടാക്കും. അപ്പോൾ നമുക്ക് പരിശോധിക്കണം, ഏതെങ്കിലുമൊക്കെ ഏരിയ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമോ? അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കണം, ആത്മപരിശോധന നടത്തണം, മെഡിറ്റേറ്റീവ് ആയിരിക്കുകയും ചെയ്യണം. പേനയും പേപ്പറും ഉണ്ടെങ്കിൽ അത് മാർക്കിട്ട് പോകുന്നത് നല്ലതായിരിക്കാം. കഴിഞ്ഞ ഒരു കൊല്ലം പരിശോധിക്കണേ. അത് മൈൻഡ് പ്ലസ് ജോയിൻ ചെയ്തിട്ട് 2 ദിവസമായിട്ടുള്ളവരും പരിശോധിക്കണം, 2 കൊല്ലമായിട്ടുള്ളവരും പരിശോധിക്കണം. എന്റെ ശാരീരികമായ അവസ്ഥ, ഞാൻ സ്റ്റക്ക് ആണോ, ഗ്രോൺ ആണോ? എന്താ ശാരീരികമായ കാര്യങ്ങൾ സ്റ്റക്ക് ആകുക? സ്റ്റക്കായിട്ട് കിടക്കുന്നവർക്ക് മാർക്ക് 1 ആയിരിക്കും. നന്നായി വളരുന്നവർക്ക് മാർക്ക് 5, 6, 7 ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടത്തരം വളർച്ചയുള്ളെങ്കിൽ 3, 4, 2, 3 നിങ്ങൾ തീരുമാനിച്ചോളൂ. ആരോഗ്യം ബെറ്റർ ആയോ, ഫുഡ് ഹാബിറ്റ്സ് കുറെയൊക്കെ ഇൻ യുവർ കൺട്രോൾ, ഉചിതമായ ശാരീരിക എക്സസൈസുകൾ. എല്ലാവരും 10 കിലോമീറ്റർ നടക്കാൻ പോകേണ്ട ആവശ്യമില്ല, എല്ലാവരും ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മുറ്റത്തൂടെ നടന്നാൽ മതിയായിരിക്കാം, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ചില ഫിസിക്കൽ എക്സസൈസ് ചെയ്താൽ മതിയായിരിക്കാം. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 1. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ? നമ്പർ 2, ഇത് മാർക്കിട്ട് പോകുന്നതിന്റെ ഗുണം, സപ്പോസ് നിങ്ങൾ 2 മാർക്ക് 1 ഇട്ടതെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഇന്നു മുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. നിങ്ങൾ 3ഉം 4ഉം ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കെയർ ആകാം. 5ഉം 6ഉം 7ഒക്കെ ആണെങ്കിൽ ബി ഹാപ്പി, സന്തോഷിച്ചോളൂ. യു ആർ ഗ്രോയിങ് ആൻഡ് യു ആർ ആൻ എക്സാമ്പിൾ ടു അതേഴ്സ്. നമ്പർ 2, മെന്റൽ ഗ്രോത്തിൽ, മാനസികമായ അവസ്ഥയിൽ സ്റ്റക്കായി കിടക്കുകയാണോ? സ്റ്റക്കായി കിടക്കുന്നവരും ഉണ്ട് എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രോത്ത് ഉള്ളവരുടെ പ്രത്യേകത, 1, റിലാക്സ്ഡ് ആയിരിക്കും. സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ, റിലാക്സ്ഡ്. അത് എക്സാം ആകാം, ഇന്റർവ്യൂ ആകാം, പെട്ടെന്ന് കുറച്ച് ഗസ്റ്റ് വന്നതാകാം, ഒരു പ്രസന്റേഷൻ നടത്തേണ്ടതാകാം, അല്ലെ നിങ്ങളെ ആരെങ്കിലും ചീത്ത വിളിച്ചതാകാം. റിലാക്സ്ഡ്. ഡു യു ഡു പോസിറ്റീവ് സെൽഫ് ടോക്ക്? നിങ്ങൾ നിങ്ങളോട് ഇന്ന് പ്രഭാതത്തിൽ സംസാരിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ സംസാരിച്ചതാണ്. ആ സംസാരം നിങ്ങൾ നിങ്ങളോട് പറഞ്ഞത് പോസിറ്റീവ് ആയിരുന്നുവോ? ഇതൊക്കെയാണ് ഗ്രോത്തിന്റെ ലക്ഷണങ്ങൾ. ഐ എം സ്മാർട്ട്, ഐ എം കേപ്പബിൾ, ഐ എം എ ലവിംഗ് പേഴ്സൺ, ഐ എം എ ലവബിൾ പേഴ്സൺ. ഇന്ന് രാവിലെ പറഞ്ഞുവോ? മൈൻഡ്ഫുള്ളാ, ചെയ്യുന്ന ഓരോ കാര്യത്തിലും അതിൽ അവയർനെസ് കൊണ്ടുവരികയാണ്. ഞാനിപ്പോൾ ഈ മൈൻഡ് പ്ലസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്റെ ശ്രദ്ധാപൂർണത മുഴുവൻ ഇവിടെ തന്നെയാണ്. ഐ യു മൈൻഡ്ഫുൾ? ഓൾഡ് ജീവിതത്തിൽ നോർമൽ സിറ്റുവേഷനും ഉണ്ട്, ചലഞ്ചിങ് സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ ഒരു ബോൾഡ് ആകേണ്ട സമയത്ത് ഐ യു ബോൾഡ്? ഫോക്കസ്ഡ് ഓൺ സൊല്യൂഷൻസ്. പ്രശ്നം 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 എന്ന് പറയുന്നതിന് പകരം പരിഹാരം 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 എന്ന് ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ? അപ്പോൾ മെന്റൽ നിങ്ങൾ എത്ര മാർക്കിടും? 1 ആണോ, 2 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ, 7 ആണോ? കഴിഞ്ഞ ഒരു കൊല്ലത്തിലേക്ക് പുറകോട്ട് ചിന്തിക്കണേ. അപ്പോൾ കുറച്ചും കൂടി വളർച്ച വേണ്ടവരുണ്ടോ? വളർച്ച ഫീൽ ചെയ്യുന്നവരുണ്ട്. വളർച്ച ഫീൽ ചെയ്യട്ടെ, എല്ലാവർക്കും ഫീൽ ചെയ്യട്ടെ. 3-മത്തത് ഇമോഷണൽ, വൈകാരികമായി സ്റ്റക്കായി കിടക്കുന്നതും വളരുന്നവരുമുണ്ട്. ഇമോഷണലി ഫസ്റ്റ് ഓഫ് ഓൾ എ ബാലൻസ്, വൈകാരികതയുടെ ഒരു ബാലൻസ്. വികാരങ്ങൾ ബാലൻസ് ചെയ്യുക. അവിടെ ദേഷ്യവും സങ്കടവും സന്തോഷവും അസൂയയും കുശുമ്പും ഇതൊക്കെ മനുഷ്യ സഹജമാണ്. പക്ഷേ ഒരു ബാലൻസ്ഡ് ആയിരിക്കും. ബാലൻസ്ഡ് ആണോ?
നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കുക. ഇതിന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന്, യു ആർ ഏബിൾ ടു ലെറ്റ് ഗോ. ഇതായിട്ട് ടെസ്റ്റിംഗ് പോയിന്റ്. ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച ദുരിതങ്ങളും ദുരന്തങ്ങളും വേദനിപ്പിച്ച അവസ്ഥകളൊക്കെ ഇപ്പോൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ലെറ്റ് ഗോ, വിട്ടുകളയുക. അങ്ങ് പോട്ടെ. അത് നിങ്ങളെ ഭീകരമായി ഉപദ്രവിച്ച ആളുകളുണ്ട്, അത് മറന്നു കളയണം എന്നല്ല, ലെറ്റ് ഗോ. അടുത്തത്, ഇതൊരു ടോട്ടൽ ആത്മപരിശോധനയാണ് മൈൻഡ്ഫുൾനെസിന്റെ. പുതുതായിട്ട് പങ്കെടുക്കുന്ന മെമ്പേഴ്സിനോട് പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ സെഷൻസ് ഇന്ന് രാവിലെ കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്നത് മുഴുവൻ നമ്മൾ ഇന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. നമ്മൾ വളരുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഇന്റലക്ച്വൽ ഗ്രോ. ചിലർ പറയും, ഓ, എനിക്കിനി എക്സാം ഒന്നും എഴുതാനില്ല, എനിക്കിനി ഇന്റർവ്യൂവിനൊന്നും പോകാനില്ല, അപ്പോൾ എൻ്റെ ഇന്റലക്ച്വൽ ഗ്രോത്തിന്റെ ആവശ്യമില്ല. ഇന്റലക്ച്വൽ ഗ്രോത്ത് നമുക്കൊക്കെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കണം. അത് റിട്ടയർ ചെയ്തവർക്ക് സംഭവിക്കണം, 70 വയസ്സായവർക്ക് സംഭവിക്കണം, സ്കൂളിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് സംഭവിക്കണം. ഇന്റലക്ച്വലി ഹാവ് യു ബീൻ ഗ്രോയിങ്? എന്താണ് ഇന്റലക്ച്വൽ ഗ്രോത്തിന്റെ പ്രത്യേകത? ക്രിട്ടിക്കൽ റാഷണൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതോ നമ്മൾ ആരോ എന്നോ പറഞ്ഞ എഴുതി വെച്ച പരമ്പരാഗതമായി കൈമാറിയ ഏതോ കുറെ വിശ്വാസങ്ങൾ, അതിൽ പലതും അന്ധവിശ്വാസങ്ങളുമായിരിക്കും, അവയെ നമുക്ക് കിട്ടി, നമ്മളവയെ കാത്തു സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കുകയാണ്. അതോ നിങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകളെ, വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയാണ്? ധൈര്യമായിട്ട് ചോദ്യം ചെയ്യണം. നിങ്ങൾ കഴിഞ്ഞ ഒരു 5 കൊല്ലമായി അല്ലെങ്കിൽ 10 കൊല്ലമായി ചോദ്യം ചെയ്യാൻ പേടിക്കുന്ന, ചോദ്യം ചെയ്യാത്ത ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ വളർന്നിട്ടില്ല. ഞാനും വളർന്നിട്ടില്ല. സോ ക്വസ്റ്റ്യൻ, റാഷണൽ തിങ്കിങ്. ചോദ്യം ചെയ്യണം. ആരും ഒന്നിനെയും ചോദ്യം ചെയ്യാൻ പേടിക്കാൻ പാടില്ല. എല്ലാത്തിനും ചോദ്യം ചെയ്തു. എന്നിട്ട് അതിനകത്തൊരു ഒരു ഒരു റാഷണൽ ഒരു റീസൺ കണ്ടെത്തിക്ക്. ഈ മൈൻഡ് പ്ലസിൽ പങ്കെടുക്കുന്നത് പോലും അന്ധമായിട്ട് ഇവിടെ വന്നിരിക്കാൻ പാടില്ല. ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടും, എനിക്കെന്ത് കൊടുക്കാം? ഹാവ് ഐ ബീൻ ഗ്രോയിങ്? സ്വൽപ്പൊക്കെ ഒന്ന് സയന്റിഫിക് ആകണം. ഐ യു എ ബിറ്റ് സയന്റിഫിക്? അതോ കുറേ ഒരു സയൻസും ഇല്ലാത്ത അന്ധവിശ്വാസങ്ങളുടെ കൂടാരമാണോ എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും എൻ്റെ രീതികളും? ഹാവ് ഐ ബീൻ ഗ്രോയിങ് ഇന്റലക്ച്വലി? സോഷ്യൽ ഗ്രോത്ത്. സാമൂഹ്യപരമായിട്ടും ഞാൻ വളരണം. എന്താ സാമൂഹ്യപരമായിട്ട് വളരുക? ചില ആളുകളുണ്ട്, ജോലിയൊക്കെയുള്ള സമയത്ത് എന്നും പുറത്തു പോകും, ട്രെയിനിൽ പോകുന്നവരോടും ഒക്കെ മിണ്ടും, ബസ് സ്റ്റാൻഡിൽ മിണ്ടും, കാറിൽ 2 പേരെ കയറ്റിക്കൊണ്ടുപോകും. റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഉൾവലിഞ്ഞു കളയും. അപ്പോൾ എന്നെ കേൾക്കുന്ന കുറച്ചു പേരെങ്കിലും റിട്ടയർ ചെയ്തവരൊക്കെ ഉണ്ട്. അവരും പരിശോധിക്കണം. നിത്യേന ഓഫീസിൽ പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവരും ഉണ്ട്. സോഷ്യലി ഹാവ് യു ബീൻ ഗ്രോയിങ്, എക്സ്പാൻഡിങ് റിലേഷൻഷിപ്പ്? പുതിയ പുതിയ ബന്ധങ്ങൾ. ഒരു പുതിയ ആളായിട്ടെങ്കിലും ഒന്ന് പുഞ്ചിരിക്കുകയോ ഒന്ന് മിണ്ടുകയോ ഒരു ഹലോ പറയുകയോ ചെയ്യാറുണ്ടോ? എവ്രി ഡേ എക്സ്പാൻഡിങ് മോർ സോഷ്യൽ ഗ്യാതറിങ്സ്. നമ്മൾ ഇഷ്ടപ്പെടണം സാമൂഹിക ഗ്രൂപ്പുകൾ. വെറുതെ പോകുന്ന വഴിക്ക് ഒരു പണിയും ഇല്ലാണ്ട് നിൽക്കുകയാണ്, അവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്, ഒരു സോഷ്യൽ ഗ്യാതറിംഗ് നടക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. ഒരു 10 മിനിറ്റ് അതിൽ കൂടെ കയറി ഇറങ്ങിക്കൂടെ അല്ലേ? ഒരു ചിത്ര പ്രദർശനം നടക്കുക, ഒന്ന് കയറി ഇറങ്ങി ആ ചിത്രകാരന്മാരെ കണ്ട് അവരോടൊന്ന് മിണ്ടി. മോർ സോഷ്യൽ ഗ്യാതറിങ്സ്, മോർ ഹോസ്റ്റിംഗ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്നു പോകാറുണ്ട്. ആർ യു എ ഹോസ്റ്റ്? സ്മൈൽ ഓൺ ദ ഫേസ്. നിരന്തരം ഒരു ചെറു പുഞ്ചിരി ചുണ്ടുകളിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ആരുമാകട്ടെ മറ്റേ വ്യക്തി. അപ്പോൾ ഹാവ് യു ബീൻ ഗ്രോയിങ്? അതോ സ്റ്റക്കായി കിടക്കുകയാണോ? ഫിനാൻഷ്യലി ഹാവ് യു ബീൻ ഗ്രോയിങ്? മോർ ഇൻകം, വൈസ് സ്പെൻഡിങ്. മൈൻഡ് പ്ലസിലെ മുഴുവൻ വ്യക്തികൾക്കും ഫിനാൻഷ്യലി ഓക്കെ ആയിരിക്കും. എന്നും കടം മേടിച്ച് നോ. ഇതിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലൊക്കെ തരാൻ പറ്റുന്ന വ്യക്തികളൊക്കെ നമ്മുടെ മൈൻഡ് പ്ലസിൽ തന്നെയുണ്ട്. പക്ഷെ വളർന്നിരിക്കണം. എല്ലാവരും വളർന്നിരിക്കണം.
ആൻഡ് ഏഴാമത്തെ സ്കില്ലുകളാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ പല സ്കില്ലുകൾ ആവശ്യമുണ്ട്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയം നടത്താൻ. ഇതിനുള്ള ഹെൽപ്പും മൈൻഡ് പ്ലസിലുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്, പ്രസംഗ പരിശീലന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ എറണാകുളത്ത് വെച്ച് ട്രെയിനേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നടക്കുകയായിരുന്നു. 3 ദിവസത്തെ ഇന്റൻസീവ് ട്രെയിനേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. ഇതൊക്കെ നടക്കുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ, ഹാവ് യു ബീൻ ഗ്രോയിങ്? റിയാൽ ടെക്നിക്കൽ സ്കിൽ, ടീം സ്കിൽ, എങ്ങനെ മറ്റുള്ളവരുമായി ടീമിൽ വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്കില്ലുകളൊക്കെ പരിശോധിക്കണം. ഇനി കൂടുതലൊക്കെ ഹെൽപ്പ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കൂടുതൽ ലേറ്റാകാതെ നമ്മൾ തന്നെ മൈൻഡ് പ്ലസ് തന്നെ നടത്തുന്ന വേറൊരു പ്രോഗ്രാം ഉണ്ട്, വർക്ക് ലൈഫ് ബാലൻസ്. ഇതൊക്കെ സംവിധാനങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. ഒന്നുകിൽ നമ്മൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാകും. ഹാവ് യു ബീൻ ഇംപ്രൂവിങ് യുവർ സ്കിൽസ് സ്പിരിച്വലി ഓൾസോ? വളരുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താ? എക്സ്പാൻഡിങ് ദ ഹൊറൈസൺ ഓഫ് അവയർനെസ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. നമ്മുടെ അവയർനെസ് അങ്ങനെ വളർന്ന് 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 ഈ പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്ന ആ സ്പിരിച്വൽ ഗ്രോത്ത്. അതോ നമ്മൾ വളരും തോറും നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് റിലീജിയോസിറ്റിയിൽ ഒതുങ്ങി 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 ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ്? ഇതാണ് മറ്റൊരു ചോദ്യം. മൈൻഡ് പ്ലസ് മെമ്പേഴ്സ് വളർന്ന് വളർന്ന് ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളണം. ഹാവ് യു ബീൻ ഗ്രോയിങ്? യൂണിവേഴ്സൽ കണക്ടിവിറ്റി ഇന്നലെ എടുത്ത തീമുമായിട്ട് കണക്ട് ചെയ്തോളൂ. Are you connected to the universe? അപ്പോൾ ഇന്നത്തെ തീം, ഹാവ് ഐ ബീൻ ഗ്രോയിങ്? 8 കാര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയി. ആത്മപരിശോധന തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. കണ്ണുകൾ ശാന്തമായി ക്ലോസ് ചെയ്യാം. Can gently close your eyes.